മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കപ്ലങ്ങ തോരനുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എനിക്കിവിടെ നല്ല ഫ്രഷ് പച്ച കപ്ലങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്ലങ്ങയ്ക്ക് പലയിടത്തും പല പേരായിരിക്കും അല്ലേ. ചിലയിടത്തൊക്കെ ഓമയ്ക്ക, പച്ചപ്പപ്പായ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് അരിയാറ്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ അരിയുന്നത് ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, വറ്റൽമുളക് ഇടുക, ഒരു തണ്ട് കറിവേപ്പിലയും ഇടാം. അപ്പം ഞാനിവിടെ കറിവേപ്പില ഇടുന്നില്ല, എൻ്റെ കറിവേപ്പ് ഉണങ്ങിപ്പോയി. ഞാനിപ്പോൾ കടയിൽ നിന്ന് അധികം കറിവേപ്പിലയൊന്നും വാങ്ങിക്കാറുമില്ല. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങയും അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്ലങ്ങയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതിൽ വൻപയറിട്ട് ചെയ്യാറുണ്ട്, ചെറുപയറിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഇടാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ മയമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ നാടൻ കപ്ലങ്ങ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.